വീരശൂര പരാക്രമി അനീഷിന്റെ കണ്ണ് നനയുന്നു. ജിഷിന് അൺഫെയർ എവിക്ഷന്റെ പേരിൽ വൻ സ്വീകരണം. അടുക്കളയിൽ ബിന്നിയും അനീഷും പൊരിഞ്ഞടി. ഇതാണ് ഇന്നത്തെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതായത് ഫാമിലി വീക്കാണല്ലോ ഈ ആഴ്ച. അപ്പം അതിനകത്തില് പിന്നെ അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി വരുന്നു. ഫാമിലി വരുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവര് പിന്നെ പിന്നെ ഷാനവാസിന്റെ വൈഫും ഒരു മോളും കൂടെ ഒരു ബൊക്കെയൊക്കെ ആയിട്ട് കയറി വരുന്നു. ഒരു സീൻ കാണുന്നുണ്ട്. ഷാനവാസ് കരയുന്നുണ്ട്. ഷാനവാസ് ഓൾറെഡി സെന്റിമെന്റ്സിന്റെ ആളാണ്. പക്ഷെ വീരശൂര പരാക്രമി എന്നൊക്കെ പറഞ്ഞ് കണ്ണ് നനയുന്നത് വീരത്വമാണെന്ന് പറയുന്ന അനീഷിന്റെ കണ്ണ് അമ്മയെ കാണുമ്പോൾ എന്നറിയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തിലെ ഒരു ഇതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യം ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി റൂമിൽ എന്തോ ടാസ്ക് കൊടുത്ത് അത് ചെയ്യുന്ന അനീഷിനെ ഷാനവാസിനെ കാണുന്നത്. ഇവരെ കാണണമെങ്കിൽ ടാസ്ക് കഴിഞ്ഞേ കാണാൻ പറ്റത്തുള്ളൂ. അവര് അച്ഛനമ്മമാരും ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെ എനിക്ക് ക്ലബ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ശരി, അക്ബർ പിന്നെ ഉമ്മയെ കണ്ടപ്പം കരഞ്ഞതിന് നീ ധൈര്യശാലിയല്ല, നിനക്ക് രണ്ട് മുഖമുണ്ടെന്ന് പറഞ്ഞ അനീഷിന്റെ മനസ്സ് പോലും ഇന്ന് പതറിയ ഒരു ദിവസമായിട്ട് വേണം ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാൻ. മനുഷ്യന്റെ ഈ വാക്കുകൾക്ക് വേറൊരുണ്ട്. മനസ്സ് എപ്പോഴൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തെളിവാണ്. അപ്പൊ ഷാനവാസ് ഓൾറെഡി ആ ഒരു ഇതിലാണെന്ന് പറഞ്ഞ് നമുക്ക് കുറ്റം പറയാനല്ലോ. പക്ഷെ അനീഷ് അങ്ങനല്ല. അനീഷ് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് എല്ലാം മൂല്യങ്ങളും മുറുകെ പിടിക്കുന്ന ആള്. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ എന്തോ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ജിഷിന് എയർപോർട്ടിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൻ സ്വീകരണമാണ്. ഒരു അൺഫെയർ എവിക്ഷൻ ആണ് എന്നുള്ള ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അഭിലാഷും ജിഷിനേക്കായാലും നമ്മൾ പ്രതീക്ഷിച്ച, പക്ഷെ പിന്നെ ഒനിയിലൊക്കെ ഈ കഴിഞ്ഞ വീക്കില് ലിസ്റ്റില് പിന്നെ ഇതിൽ നോമിനേഷനിൽ വരുമായിരുന്നു. തീർച്ചയായിട്ടും ഒന്നിലൊക്കെ ആയിരുന്നു പോകേണ്ടത്. ഒന്നിൽ പോയാലും നമുക്കൊരു ഫെയർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനേക്കാളെല്ലാം മോശമായ സാബുമാൻ എന്തോ ഒരു സാധനമാണ് ഇത്. ഇവിടൊക്കെ എവിടെ കൊണ്ടുവന്നു അവിടെ കിടക്കുന്നു. ഒരു കഥയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരെയൊക്കെ നിർത്തിയിട്ട് ലാലേട്ടനോ ബിഗ് ബോസോ എല്ലാം പിന്നെ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നു. ബിഗ് ബോസിന് പറയുന്നത് സാബുമാൻ സംസാരിച്ചില്ല, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ അത്ര നാവ് പുറത്തോട്ട് എടുക്കുന്നില്ല എന്നാണ്. അങ്ങനെയുള്ള അടുത്ത് ഈ ജിഷിന്റെ എവിക്ഷൻ പരക്കെ ഇന്നലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയ ഒരു ന്യായീകരണം നടന്നില്ല. പലരും എവിക്റ്റ് ആയി പോകുമ്പോൾ അതിനെ ഒന്ന് നമ്മൾ മസ്താനി പോയി അല്ലെങ്കിൽ റന ഫാത്തിമ പോയി, ഇവരെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അല്ലെങ്കിൽ വിടണമെന്ന് കുറച്ചുപേരെങ്കിലും ആഗ്രഹിച്ചതാണ്. ജിഷിനും അത്ര നല്ല വലിയ പ്ലെയർ ഒന്നും അല്ലേ പോലും ഇതിനേക്കായി തരംതാണ ആൾക്കാര് ബിഗ് ബോസിൽ ഉള്ളപ്പോ ഇവരെ എന്തിനു വിട്ടു എന്നുള്ളത് ബിഗ് ബോസിന്റെ കളിയാണോ ബിഗ് ബോസിന്റെ തീരുമാനമാണോ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാണുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അടുക്കളക്കകത്തിലെ വിഷയങ്ങൾ, അടുക്കളക്കകത്ത് ഈ പുഴുവരിക്കുന്നു, അതുപോലെ ഈച്ച പറക്കുന്നു, പൊടി പടലങ്ങൾ അവിടെ നിറഞ്ഞു കിടക്കുന്നു, പാത്രത്തെല്ലാം അഴുക്ക് പിടിച്ച് കിടക്കുന്നു, ചോറ് 2 ദിവസത്തെ ചോറ് ഡൈനിങ് ടേബിളെ ഇരിക്കുന്നു എന്ന് വേണ്ട. ഈ വർഷത്തെ കിച്ചൺ ടീമാണ്, ഈ സീസൺ എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ടോട്ടലി പരാജയമുള്ള കിച്ചൺ ടീമാണ് ഇപ്രാവശ്യം കയറി വന്നേക്കുന്നത്. ഒരു വൃത്തിയും മെനയൊന്നും ഇല്ലാത്തവരെ എല്ലാം വൃത്തി പറയുന്ന ഒരു പ്രവൃത്തികളിൽ കൊണ്ടുവന്നില്ല. ബിന്നിയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ. രാവിലെ അനീഷിന്റെ സ്വഭാവം അറിയാമല്ലോ. അനീഷ് കിച്ചണിലും എവിടെ ആയാലും ശരി അനീഷിന്റെ ഇടപെടലുണ്ടാവും. അപ്പോൾ അനീഷ് എന്നിട്ട് സ്വാഭാവികം കിച്ചൺ ടീമിലെ പോലും അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ബിന്നി അവിടെ വരുന്നു. അപ്പൊ പിന്നെ ബിന്നി എടുത്ത് ചോദ്യം ചെയ്തു. ഒന്നുമില്ല, സൗമ്യമായാണ് അനീഷ് ചോദിച്ചത്, ബിന്നി എന്താണ് ഇതൊക്കെ, ഇത് ഫ്രിഡ്ജിൽ വെക്കാഞ്ഞത്? അന്നേരം പറഞ്ഞു നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്താൽ മതി, മറ്റേ അമർച്ചതെന്നും പറഞ്ഞിട്ട് ബിന്നിയുടെ ഇവർക്ക് ഈ പെൺപിള്ളേർക്ക് ഒരു റെസ്പെക്ട് ആണുങ്ങളോട് കാണിക്കണ്ടേ, അല്ലെങ്കിൽ പ്രായത്തെ ബഹുമാനിക്കണ്ടേ? ഇതൊന്നും ഇല്ലാത്ത കുറച്ചുപേരൊക്കെ പോയി, എന്നാലും 12 പേരോട് ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ അവിടെ വാക്കുതർക്കങ്ങളാകുന്നു, ഭയങ്കരമായ പ്രശ്നങ്ങള്. പിന്നെ കാര്യം ക്ലീനിങ് നിങ്ങൾ ചെയ്യുന്നില്ല. ബിന്നി പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ചയാണ് വന്നത്, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് പിന്നെ കയറാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ചുപേര് മേക്കപ്പ് റൂമിലൊക്കെയാണ്. ചിലര് പറയുന്നത് മേക്കപ്പ് കഴിഞ്ഞ് ബാത്റൂമിൽ പോയി വാഷ്റൂമിൽ പോയി പിന്നെ മേക്കപ്പ് കഴിഞ്ഞാൽ കിച്ചണിൽ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ശരി, 10 മണിക്കും 10:30 മണിക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തില്ല. അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരൊറ്റ റൂൾ ഉണ്ടെന്നാൽ മതി,
9 മണി അല്ല 9:30-ക്കകം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കണം. ലഞ്ച് നമ്മുടെ ഒരു ജനറലി നമ്മൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഒരു രീതികളുണ്ട്. വൈകുന്നേരത്തെ ഫുഡ് 7 മണിക്ക് മുമ്പേ കഴിക്കണം എന്ന് പറഞ്ഞത്. 7 മണിയൊന്നും ഇല്ലെങ്കിലും ഒരു 8 മണി 9 മണിക്ക് മുമ്പിലും കഴിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഉച്ചക്കാലത്തെ ലഞ്ച് കഴിക്കുന്ന പറഞ്ഞാൽ 4 മണിക്കാണ്. 4 മണിക്ക് നമ്മൾ ചായ കഴിക്കുന്ന സമയത്താണ് അവിടെ ലഞ്ച് നടക്കുന്നത്. ഇങ്ങനെ കിച്ചൺ ടീമിന്റെ പ്രവർത്തനം മാറി മാറി വരുന്ന ടീമുകൾ വളരെ വഷളാക്കി കൊണ്ടുപോവാണ്. അപ്പം ഇത് തന്നെ ബിന്നിയെ ഹെൽപ്പ് ചെയ്യാൻ പോയ അനീഷിന് ആവശ്യമില്ലാത്ത എന്തോ വേലിയിരുന്ന പാമ്പിനെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ മതി. അനീഷ് അടങ്ങണം അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതിയായിരുന്നു. സഹായിക്കാൻ പോയി അത് ചോദ്യം ചെയ്യും അനീഷ്. അനീഷിന്റെ സ്വഭാവം അത്. എന്തായാലും ശരി, ഫാമിലി എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അനീഷിന്റെ ആ കരച്ചിൽ ഇപ്പൊ ഒരു നമ്മളിലൊക്കെ ഒരു 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 ആശ്ചര്യമുള്ളതാക്കി. കാര്യം വെച്ചാൽ അനീഷ് കരയെന്ന് പറഞ്ഞാൽ അനീഷ് പറയുന്നുണ്ട് ഞാൻ കരയത്തില്ല. കരയുന്ന അനുമോളെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. അക്ബറിനെ കുറ്റം പറഞ്ഞ് ഉമ്മയെ കണ്ടപ്പോൾ കരഞ്ഞെന്ന് പറഞ്ഞ ആളിനെ ഇന്ന് കണ്ണ് നനഞ്ഞു. അപ്പോൾ എന്തായാലും ശരി, ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റ്. മറ്റൊരു അപ്ഡേറ്റിൽ കാണാൻ നന്ദി, നമസ്കാരം.